വർഷങ്ങളായി മിനി സ്ക്രീനിലും മിമിക്രി രംഗത്തും ഗാനരംഗത്തും സജീവമായ താര ദമ്പതികളാണ് ദേവി ചന്ദനയും കിഷോർ വർമ്മയും. അതിനു പുറമെ ഇപ്പോൾ യൂട്യൂബിലും ഇരുവരും സജീവമാണ്. തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങളും യൂട്യൂബിലൂടെ കിഷോറും ദേവി ചന്ദനയും പങ്കുവയ്ക്കാറുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ഒരു സർജറി അനുഭവം നേരിട്ടതിനെക്കുറിച്ചാണ് പുതിയ വീഡിയോ. ഇതുവരെ സർജറി എന്ന സംഭവം ജീവിതത്തിലുണ്ടായിട്ടില്ല. പലർക്കുമൊപ്പം ആശുപത്രിയിൽ പോകുകയും കൂട്ടിരിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി ചന്ദനയുടെയും കിഷോർ വർമ്മയുടെയും വീഡിയോ ആരംഭിക്കുന്നത്. മറ്റൊന്നുമല്ല, കിഷോറിന് ഹെർണിയയുടെ സർജറി കഴിഞ്ഞു. ഇടത്തും വലത്തുമായി 2 സൈഡിലും ഹെർണിയ ഉണ്ടായിരുന്നു. കീഹോൾ സർജറിയിലൂടെ അത് നീക്കം ചെയ്തു. 2025 എന്ന വർഷം ആരംഭിച്ചത് നല്ല രീതിയിലാണ്. പക്ഷേ ഫെബ്രുവരിയിലേക്ക് എത്തുമ്പോൾ അതിങ്ങനെയാവും എന്ന് പ്രതീക്ഷിച്ചില്ല. ജനുവരി അവസാനത്തോടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. സ്റ്റേജിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കാലിന് അസഹനീയമായ വേദന അനുഭവപ്പെട്ടു. ഒരുപാട് നേരം നിന്നതുകൊണ്ടായിരിക്കാം എന്ന് കരുതി പെയിൻ കില്ലറെല്ലാം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഷോ കഴിഞ്ഞ് തിരിച്ചെത്തി പുലർച്ചെ 1 മണിയോടെ വേദന അസഹനീയമായി. തുടർന്നാണ് ആശുപത്രിയിൽ എത്തിയത്. ഹെർണിയയുടേതാണെന്നാണ് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നത്. സർജറി ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് തന്നെ നല്ല പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെയും ചിലത് നേരിട്ടു എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാണ് ദേവി ചന്ദനയോട് അത് വീഡിയോ എടുക്കാനായി പറഞ്ഞത് എന്ന് കിഷോർ പറയുന്നു. സർജറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ അത് സർജറി ചെയ്ത ഇടത്ത് നിന്നല്ല, തൊണ്ട വഴി ട്യൂബ് ഇട്ടതിനാൽ തൊണ്ടയിൽ നിന്നായിരുന്നു. ആ വേദന കാരണം എൻ്റെ ആദ്യത്തെ ടെൻഷൻ ശബ്ദത്തിന് എന്തെങ്കിലും പറ്റിയോ എന്നായിരുന്നു. സർജറി വലിയ റിസ്ക്കും കാര്യങ്ങളും ഉള്ളതല്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായും ആരോഗ്യവാനാണ്. സർജറിക്ക് ശേഷം വെയിറ്റ് എടുക്കരുത്, ബാക്കിയെല്ലാം സാധാരണ പോലെ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡ്രൈവിംഗ് ഒഴികെ മറ്റെല്ലാം ഇതുവരെ ചെയ്തു. സ്റ്റേജ് ഷോകളും ചെയ്യുന്നുണ്ട് എന്ന് കിഷോർ വർമ്മ പറയുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കിഷോർ വ്യക്തമാക്കുന്നുണ്ട്. അത് പൂർണ്ണമായും എൻ്റെ തെറ്റാണ്. ഞാൻ ചെയ്ത അബദ്ധമാണ്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തവർക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരിക്കലും ഇത് എൻ്റെ ജിം ട്രെയിനറുടെ പിഴവല്ല. അദ്ദേഹത്തിന് ചില തിരക്കുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സ്വന്തമായി ഞാൻ തന്നെ വെയിറ്റ് എടുത്തു. ഒട്ടും ട്രെയിനിങ് ഇല്ലാതെ അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. വെയിറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ പാഠം സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നാണ് കിഷോർ പറയുന്നത്.